പ്രഭാഷകൻ്റെ പുസ്തകം 23-ാം അധ്യായം 13-ാം വാക്യം നമ്മൾ വായിക്കുന്നു. അസഭ്യഭാഷണം ശീലിക്കരുത്, അത് പാപകരമാണ്. അസഭ്യഭാഷണം ശീലിക്കരുത്, അത് പാപകരമാണ്. നാവിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ച് പറഞ്ഞു വരികയാണ് പ്രഭാഷകൻ. നാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്, ചില ആളുകളിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് അസഭ്യം പറയുന്ന ശീലം. അസഭ്യഭാഷണം ശീലിക്കരുത്, പാപകരമാണ് എന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അസഭ്യമായത്, സഭ്യമല്ലാത്തത്, സഭയ്ക്ക് ചേരാത്തതാണ് അസഭ്യം. സഭയുടെ കൂട്ടായ്മയ്ക്ക് ചേരാത്തത്, അല്ലെങ്കിൽ ആ നന്മയ്ക്ക് ചേരാത്തത്, ശുദ്ധിക്ക് ചേരാത്തത്, അതെല്ലാം അസഭ്യമാണ്. അത് നമ്മൾ പറയരുത്. അത് നമ്മളുടെ ജീവിതത്തെ നശിപ്പിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അസഭ്യമേത് സഭ്യമേത് എന്ന് വർഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നാട് പോകുന്നുണ്ട്, നാട്ടുകാർ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറയ്ക്ക്, ഇളം തലമുറയ്ക്ക് ചില വാക്കുകളൊക്കെ പ്രത്യേകിച്ച് മുതിർന്ന തലമുറയിലുള്ളവർക്ക് തെറിവാക്കുകളായിട്ട് ഉപയോഗിച്ചിരുന്ന വാക്കുകൾ അല്ലെങ്കിൽ അസഭ്യവാക്കുകളായിട്ട് കരുതപ്പെടുന്ന കാര്യങ്ങൾ അവർ ദിവസേന ശീലിച്ച് അത് അവരുടെ നാവിൽ നിരന്തരം വരുന്ന വാക്കുകളായിട്ട് മാറുന്നു. അസഭ്യ ഭാഷണ ശീലമായി അത് മാറുന്നു. ഞാനൊരു ഭവനത്തിൽ കടന്നു ചെല്ലുകയുണ്ടായിരുന്നു. ഞങ്ങൾ ആ ഭവനത്തിലുള്ള ആളുകളുമായി, ആ വീട്ടിലുള്ള ആളുകളുമായി ഒരുമിച്ച് ചേർന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവരുടെ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവരുടെ മകൻ പെട്ടെന്നൊരു വാക്ക് പറയുകയാണ്. വാക്ക് പറഞ്ഞത് അതൊരു അസഭ്യ വാക്കായിരുന്നു. പ്രത്യേകിച്ച് മുതിർന്ന തലമുറയിൽപ്പെട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് പെട്ടെന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അതൊരു വലിയ ഞങ്ങളെല്ലാവരും സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. പക്ഷേ പറഞ്ഞവന് അങ്ങനെയുള്ളൊരു ബോധമൊന്നും ഇല്ലാത്ത രീതിയിൽ അവൻ സംസാരം തുടരുകയാണ്. ഉടൻ തന്നെ അവൻ്റെ പിതാവ് അവനെ കറക്റ്റ് ചെയ്തു. നീ അത് പറയരുത്, അങ്ങനെ ആ വാക്ക് അസഭ്യവാക്കാണ് എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ പറഞ്ഞതാണ്, അത് ഞങ്ങൾ കൂട്ടുകാരുടെ ഇടയിൽ വളരെ നോർമലായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് എന്ന രീതിയിൽ അവൻ പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്കിടയിലാണെങ്കിലും യുവാക്കന്മാർക്കിടയിലാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവരുടെ ഇടയിലാണെങ്കിലും അസഭ്യം പറയുന്നത് ഒരു ശീലമായി, അല്ലെങ്കിൽ അതൊരു നോർമലായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറുന്നുണ്ട്. അസഭ്യം പറയുന്ന വീഡിയോസ് പോലും നമുക്ക് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അത് ശരിക്കും പാപം തന്നെയാണ്. അത് കേൾക്കുന്നത്, ചില ആളുകൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ യൂട്യൂബ് എടുത്ത് അത്തരം വീഡിയോസ് കാണാറുണ്ട്. അപ്പം അത് തെറ്റാണ്, അത് പാപമാണ്. അത് പാപമായി തന്നെ ഗണിക്കപ്പെടണം. അതല്ലെങ്കിൽ അത് പൊതുസമൂഹത്തെ നശിപ്പിക്കുന്നതാണ്, സഭയെ നശിപ്പിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് അത് കേൾക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ കേൾക്കാനുള്ള താല്പര്യം പോലും ഉണ്ടാകും. അസഭ്യം പറയില്ലായിരിക്കും ചില ആളുകൾ, അത് കേൾക്കാനുള്ള താല്പര്യം ചില ആളുകളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പൂർണ്ണമായും നമുക്ക് മാറ്റിവെക്കാം. ശുദ്ധമായ സംസാരം, വിശുദ്ധമായ കാര്യങ്ങൾ പറയുന്നത്, അത് നമുക്ക് ശീലമാക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അസഭ്യത്തെ ഒഴിവാക്കുവാനും സഭ്യമായത് മാത്രം ശീലിക്കുവാനും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.